ഈ കേരളോൽപ്പത്തി ഉണ്ടായത് എന്നാണെന്ന് അറിയാവോ? കേരളോൽപ്പത്തിയുടെ കാലം 18th സെഞ്ചുറിയാണ്. 18ാം നൂറ്റാണ്ടിലാണ് പരശുരാമൻ വഴിപറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്ന് പറയുന്ന ഒരു അസംബന്ധം പ്രചരിക്കുന്നത്. അതിന് തന്നെ പല വേർഷൻ ഉണ്ടായി. അത് ബ്രാഹ്മണ സമൂഹം അവർ ബോധപൂർവ്വം എഴുതിയുണ്ടാക്കിയ ചരിത്രം. ഇന്ന് എന്താ പറയുക, സംഘപരിവാർ ശക്തികൾ ചരിത്രം മാറ്റി എഴുതുന്ന പോലെ ഇവർ ചരിത്ര നിർമ്മിതി നടത്തുന്നു, അത്രയേ ഉള്ളൂ. ഒരു പുതിയ ചരിത്ര നിർമ്മിതി അവരുണ്ടാക്കുകയാണ്. പരശുരാമൻ ഗോവർണത്ത് നിന്ന് 1500 കിലോമീറ്റർ ദൂരെയാണ് കന്യാകുമാരി എന്ന് ഓർക്കണം. ഗോവർണത്ത് നിന്ന് 1500 കിലോമീറ്റർ ദൂരെ കന്യാകുമാരിയിലേക്ക് മഴുവെടുത്തെറിഞ്ഞു എന്നാ പറയുന്നത്. ഈയിടയ്ക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ഒളിമ്പിക് റെക്കോർഡ് 98 മീറ്ററാണ് ഈ ജാവലിൻ ത്രോ. ഇതിനപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ കൊണ്ട് എറിയാൻ കഴിയത്തില്ല. അതെ, എറിഞ്ഞത് പരശുരാമനാണ്. അങ്ങനെ ഒരു വ്യത്യാസമുണ്ട്. ജാവലിൻ ത്രോ 98 മീറ്ററാണ്. 98.5 മീറ്ററാണ് ഒരു മനുഷ്യനെ കൊണ്ട് എറിയാവുന്ന ഏറ്റവും വലിയ ലോക റെക്കോർഡ് എന്ന് പറയുന്നത്. പരശുരാമൻ മഴ പറഞ്ഞാൽ 1500-1600 കിലോമീറ്ററോളം ദൂരത്തേക്കാണ്. ഇത് അസംബന്ധമാണെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ 11ാം നൂറ്റാണ്ടിലാണ് അതുലന്റെ മൂഷിക വംശം എന്ന സംസ്കൃത കാവ്യം ഉണ്ടാവുന്നത്. സംസ്കൃത നാടകകാവ്യമാണത്. ഈ കൃതിയിൽ അതുലൻ ഇവിടെ ജീവിച്ചിരുന്ന ആളാണ്. അതുലൻ ഒരിടത്തു പോലും ഈ ബ്രാഹ്മണരെ കുറിച്ചോ പരശുരാമനെ കുറിച്ചോ ഈ മഴുവേറിനെ കുറിച്ചോ പറയുന്നില്ല. 18ാം നൂറ്റാണ്ടിലുണ്ടായ കേരളോൽപ്പത്തിയിലാണ് ഈ മഴുവേറിനെ കുറിച്ച് പറയുന്നത്. എന്തുകൊണ്ട് 11ാം നൂറ്റാണ്ടിലുണ്ടായ മൂഷിക വംശത്തിൽ പറയുന്നില്ല? അതേസമയം മൂഷിക വംശത്തിൽ ഇവിടുത്തെ ബൗദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. NGS നാരായണൻ സാർ അത് വായിക്കേണ്ടിയിരുന്നു. 11ാം നൂറ്റാണ്ടിൽ എഴുതിയ സംസ്കൃത കാവ്യമായ മൂഷിക വംശത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ബൗദ്ധന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. തൃക്കുന്നപ്പുഴയ്ക്കും കായംകുളത്തിനും ഇടയ്ക്ക് നിലനിന്നിരുന്ന ശ്രീമൂലവാസം എന്ന ദക്ഷിണാപുരത്തിൽ ഏറ്റവും വലിയ ബുദ്ധവിഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട് മൂഷിക വംശത്തിൽ. അതിന്റെ പ്രാസാദാഗ്രഹങ്ങൾ പക്ഷി പറക്കുന്ന ഉയരത്തിലാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അത്ര ഉയരത്തിലായിരുന്നു ഈ ബുദ്ധവിഹാരം. ദക്ഷിണാപുരത്തിൽ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായിരുന്നു. അവിടെ മൂഷ്യവംശത്തിലെ രാജാക്കന്മാര് അവർക്ക് ചില അവിടുത്തെ ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഒരു ധ്യാനത്തിലിരുന്നായിട്ട് പറയുന്നുണ്ട്. കുറേ നാളുകളോളം അവിടുത്തെ അർഹതന്റെ മുന്നിൽ വന്ന് ധ്യാനത്തിലിരുന്നതായിട്ട് പറയുന്നുണ്ട് മൂഷ്യവംശത്തിൽ. എന്തുകൊണ്ട് അതിനകത്ത് കേരളോൽപ്പത്തിയിൽ പറയുന്ന മഴുവേറിനെ കുറിച്ചോ പരശുരാമനെ കുറിച്ചോ അല്ലെങ്കിൽ ഈ ബ്രാഹ്മണരെ കുറിച്ചോ പറയുന്നില്ല? അതുകൊണ്ട് തന്നെ ലോകൻ പറഞ്ഞത് വളരെ സത്യമാണ്. ഒന്നാന്തരം വിഡിത്തങ്ങൾ നിറഞ്ഞ ഒരു അബദ്ധ പഞ്ചാംഗമാണ് കേരളോൽപ്പത്തി. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സ്കൂളിലൊക്കെ പാഠപുസ്തകത്തിലുണ്ടായിരുന്നു പരശുരാമൻ മഴുവറിഞ്ഞാണ് കേരളം ഉണ്ടായതെന്നൊക്കെയുള്ള കഥ. നമ്മളൊക്കെ അത് ധരിച്ചു വെക്കുകയും ചെയ്തു.